നമസ്കാരം. പേഴ്സണൽ ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ ടീം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും ജയിച്ചിരിക്കുകയാണ് USA അപ്പോൾ മോദി ട്രംപിനെ പേടിപ്പിച്ചെന്ന് വാർത്ത വരുന്ന പോലെ അമേരിക്ക ശരിക്കും ഇന്ത്യനെ വിറപ്പിച്ചിട്ട് പരാജയത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. മറ്റേ ഫോർട്ട് ഫേവറേറ്റ്സ് ആയിട്ട് കണ്ണും പൂട്ടി കപ്പടിച്ചുകൊണ്ട് വരുമെന്ന് വിചാരിച്ച ഇന്ത്യൻ ടീം അവിടെ പോയി മുട്ടിലെഴയുന്നതാണ് നമ്മൾ കണ്ടത്. സൂര്യകുമാർ യാദവിൻ്റെ ഒരു ക്യാച്ച് അവരെ അമേരിക്കക്കാർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകകപ്പിലെ ഉദ്ഘാടനത്തിൽ മത്സരത്തിൽ തന്നെ ചിലപ്പം ഇന്ത്യ തോറ്റ് അടപ്പുളവ് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നതായിരുന്നു. എന്തായാലും വലിയൊരു നാണക്കേടിൽ നിന്നാണ് സൂര്യകുമാർ യാദവ് ഇവിടെ രക്ഷിച്ചിരിക്കുന്നത്. സഞ്ജു സാംസനെ പുറത്താക്കി ഇൻഫോമായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ പൊട്ടിത്തെറിയുടെ അമരക്കാരനായിട്ടുള്ള അഭിഷേക് ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങി പോവുകയും ചെയ്തു. അതായത് സ്കോർ കാർഡ് മുകളിൽ കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്കോർ കാർഡിൽ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സൂര്യകുമാർ യാദവിൻ്റെ 84 റൺസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 2-3 പേര് 20 റൺസ് എടുത്തു. തിലക് വർമ്മയും ഇഷാൻ കിഷനൊക്കെ 20 റൺസ് എടുത്തു. അത് വലിയ സ്ട്രൈക്ക് റേറ്റിലൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് രക്ഷിച്ചു എന്ന് പറയാം ഇന്ത്യനെ. ഒരു വലിയ നാണക്കേടിൽ നിന്നാണ് സൂര്യകുമാർ രക്ഷിച്ചിരിക്കുന്നത്. ഈ USA ടീം എന്തായാലും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവരൊരിക്കലും ഇത്രയൊരു ഫൈറ്റ് ബാക്ക് നടത്തുമെന്നും അല്ലെങ്കിൽ ഇന്ത്യനെ എത്രത്തോളം ബോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമെന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഏതായാലും തോറ്റഴുകാതെ ഇന്ത്യൻ ടീം രക്ഷപ്പെട്ടു. ഇനി വരുന്ന കളികളിലൂടെ ഈ കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും USA ടീമിന് എല്ലാവിധ ആശംസകളും. കാര്യം അവരിനി അടുത്ത പാകിസ്ഥാനുമായിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട്. ഇന്ത്യക്ക് കൊടുത്ത അതേ സ്ട്രഗിൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ ഇവരൊരു 10 വിക്കറ്റിന് തോൽപ്പിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.